ഇനി ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് ഫിഖ്ഹിൻ്റെ വളർച്ചാ ഘട്ടങ്ങൾ നബിയുടെ കാലം മുതൽ മദ്ഹബുകളായി രൂപപ്പെട്ടു വരുന്നത് വരെയുള്ള വ്യത്യസ്തമായ ഘട്ടങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫിഖ് എന്താണെന്നുള്ളത് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആഴത്തിലുള്ള ജ്ഞാനം എന്നാണ് ഭാഷാപരമായ അർത്ഥം. എന്നാൽ മതനിയമങ്ങൾ ബാധകമാകുന്ന ആളുകൾ ചെയ്യുന്ന മുഴുവൻ ചെയ്തികൾക്കുമുള്ള നിയമമെന്ത്, ഹുക്കുമെന്ത് എന്ന് മനസ്സിലാക്കലാണ് ഫിഖിൻ്റെ വശം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് 2-3 ഘട്ടങ്ങളായി തിരിക്കാം. ഇപ്പോൾ നബിതങ്ങളുടെ കാലഘട്ടം, ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടം, അതേപോലെ സ്വഹാബിമാർ താബിഈങ്ങളുടെ കാലഘട്ടം, പിന്നീട് ഇങ്ങോട്ട് മദ്ഹബിൻ്റെ തലത്തിലേക്ക് അത് രൂപം മാറി വന്ന ഘട്ടങ്ങൾ എന്നിങ്ങനെ നമുക്കതിനെ വ്യത്യസ്ത തലത്തിലേക്ക് വേർതിരിക്കാൻ കഴിയും. പറഞ്ഞു പോയാൽ മതി. ഒന്നാമത്തെ ഘട്ടം നബിതങ്ങളുടെ കാലമാണ്. അസ്റു തശ്രീഇ എന്നാണ് ഫിഖിൻ്റെ ഭാഷയിൽ അതിന് പറയുക. തശ്രീഇൻ്റെ കാലം. തശ്രീഇ എന്ന വാക്ക് ഇതിനു മുമ്പ് 2-3 ക്ലാസ്സിൽ നമ്മൾ ആവർത്തിച്ചു വന്ന വാക്കാണ്. എന്താ തശ്രീഇ? ശരീഅത്തൊക്കെ പറഞ്ഞല്ലോ, മതനിയമം ഉണ്ടാക്കുക, അത് തശ്രീഇ. ശാരിഇ അള്ളയാണ് എന്ന് പറഞ്ഞു. കാരണം മതനിയമം ഉണ്ടാക്കാൻ അധികാരം അള്ളാഹുവിന് മാത്രം. അപ്പോൾ അസ്റു തശ്രീഇ എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ ഉണ്ടായി വരുന്ന ആ കാലഘട്ടം. അപ്പം അന്ന് വേറെ എങ്ങോട്ട് പോകേണ്ടതില്ല. അന്ന് വഹിയാണ് അസ്ല്. അള്ളാഹു തആല വഹി കൊടുക്കുന്നു. അത് പ്രകാരം നബിതങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം അന്ന് ഈ ഫിഖ് നിയമങ്ങളുടെ അസ്ലെന്ത്, അതിൻ്റെ അവലംബം എന്ത് എന്ന് ചോദിച്ചാൽ ഖുർആനും സുന്നത്തും. അത് മാത്രമല്ല, അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ പറഞ്ഞാൽ നബിതങ്ങൾ. അത് സംശയം ഉണ്ടോ നബിയുടെ അടുത്ത് വരും, നബിയോട് ചോദിക്കും. അപ്പം നബി ചിലപ്പോൾ അതിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആയത്ത് പറയും, അല്ലെങ്കിൽ അതിൽ ഹുക്കുമിനെ പറഞ്ഞു കൊടുക്കും. അതല്ലെങ്കിൽ നബിക്ക് അറിയില്ലെങ്കിൽ നബി അറിയില്ല എന്ന് പറയും. അറിയില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴാണോ അതിന് വഹി വരുന്നത്, ആ വഹി വരുമ്പോൾ നബി തങ്ങൾ അതിന് മറുപടി കൊടുക്കും. അതാണ് അന്നത്തെ ശൈലി. വഹി കിട്ടാത്ത കാര്യമാണെങ്കിൽ നബി ഇത് പറയാറില്ല. അപ്പം നബിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യുൽ ബുഖാഇ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ് നബിയേന? ഓരോ നാട്ടിലുമുള്ള അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട സ്ഥലം ഏതാണ്? നബിയുടെ മറുപടി ലാ അദ്രീന, എനിക്കറിയില്ല. കാരണം അന്ന് വരെ ആ വിഷയത്തിൽ ഒരു വഹയി കിട്ടിയിട്ടില്ല. അപ്പോൾ വഹയി കിട്ടാതെ പറയാൻ നബിക്ക് അവകാശമില്ല. അതുകൊണ്ട് ലാ അദ്രി, എനിക്കറിയില്ല എന്ന് നബി തങ്ങൾ ഇതിന് മറുപടി പറഞ്ഞു. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറ്റൊരു വഹയുമായി വന്നപ്പോൾ ഈ ചോദ്യം നബി തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു. ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, എന്താണ് മറുപടി പറയുക? ജിബ്രീലിൻ്റെ മറുപടി ലാ അദ്രി, എനിക്കറിയുകയില്ല. ജിബ്രീലും അത് സ്വന്തമായി ആലോചിച്ചുണ്ടാക്കാനൊന്നും പറ്റൂല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമേതാ അല്ല പറയണ്ടേ? അല്ല പറഞ്ഞെങ്കിലേ കിട്ടുള്ളൂ. പിന്നീട് അല്ലാഹു തആല ഇതിൻ്റെ മറുപടിയുമായി പറഞ്ഞയച്ചു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് പള്ളികളാകുന്നു എന്ന വഹയി അല്ലാഹു തആല ജിബ്രീൽ മുഖേന നബിക്ക് പറഞ്ഞയച്ചു. നബി തങ്ങൾ ആ ചോദ്യകർത്താവിനെ വിളിപ്പിച്ചു. അദ്ദേഹത്തിന് പറഞ്ഞ അന്ന് ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അതിന് മറുപടി ഇതാ വന്നിരിക്കുന്നു. ഖുർആനിൽ പല സ്ഥലത്തും കാണാം വയസ്അലൂനക, നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു, കുൽ, പറഞ്ഞു കൊടുക്കുക. അപ്പൊ ചോദ്യം നബിയോട്, ഉത്തരം പറയുന്നത് അല്ലാഹു തആല. ചോദ്യം നബിയോട് യസ്അലൂനക, നബിയെ നിങ്ങളോട് ചോദിക്കുന്നതാണ്. കുൽ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ചോദ്യം നബിക്കാണെങ്കിലും ഉത്തരം പറയുന്നത് നബിയല്ല, ഉത്തരം പറയുന്നത് അല്ലാഹു തആലയാണ്. ഖുർആൻ ധാരാളം സ്ഥലത്ത് കാണാം. അതിന് മാത്രം കിതാബുകളുണ്ട്. യസ്അലൂനക എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രത്യേകമായ കിതാബുകളുണ്ട്. അതേപോലെ പിന്നെ അന്നബിയു യസ്അൽ വജിബ്രീൽ യുജീബ് എന്ന് പറഞ്ഞ കിതാബുകളുണ്ട്. ഇങ്ങനെ വന്ന വിഷയങ്ങളെ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് കിതാബ് എഴുതിയ പണ്ഡിതന്മാർ ലോകത്തുണ്ട്. എല്ലാവരും അവിടെയൊക്കെ ചോദ്യം നബിയോടാണ്, പക്ഷേ ഉത്തരം പറയുന്നത് അല്ലാഹു തആലയാണ്. കാരണം ശരീഅത്ത് നിയമം ഉണ്ടാക്കാൻ അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അസ്റു തശ്രീഇ, അസ്റു അത്തശ്രീഇ, മതനിയമങ്ങൾ നിയമങ്ങളായി വരുന്ന കാലഘട്ടം. അപ്പം അന്ന് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അന്ന് വേറെ വിഷയ വ്യത്യാസങ്ങളില്ല. ഓരോരുത്തരെയും പിന്നെ ഗവേഷണത്തിന് വലിയൊരു പഴുതതിൽ ഇല്ല. ഇതാണ് ഒന്നാമത്തെ ഘട്ടം, അസ്റു തശ്രീഇ. അന്ന് ദീന് പഠിക്കാനുള്ള മസ്ദർ, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് 2 കാര്യമാണ്. ഒന്ന് ഖുർആന്, മറ്റൊന്ന് ഹദീസ്. അത് 2 അന്നുള്ളൂ. വേറെ പ്രത്യേകിച്ചത് ഒരു അവലംബം അന്ന് ആവശ്യമില്ല.